മാഡം കൊള്ളാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു ബാംഗ്ലൂർ ട്രിപ്പ് വ്ളോഗാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ പോണേ. ശരിക്കും പറഞ്ഞാൽ മാരേജിന് മുമ്പ് പോകാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും പോകാനുള്ളത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊരു ബേബി കൈ കഴിഞ്ഞപ്പോഴാണ് ബാംഗ്ലൂർ പോകാനുള്ളൊരു ചാൻസ് ആയത്. എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്കാണ് അവിടേക്ക് പോണത്. അപ്പോൾ ഇപ്പോഴത്തെ വോയിസ് ഉള്ള പോലെ തന്നെ ആ സമയത്തും നല്ല ഒരു കോൾഡായിട്ടാണ് നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോയത്. ശരിക്കും പറഞ്ഞാൽ അത് ക്യാൻസൽ ആവേണ്ട ഒരു ട്രിപ്പായിരുന്നു, ഈ പാടില്ലാത്തൊക്കെ ഒരു ഇത് വന്നപ്പോഴേക്കും. പക്ഷേ എല്ലാം റെഡി ആയി കഴിഞ്ഞു. പിന്നെ നമ്മളത് കളയണ്ടെന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ ട്രിപ്പ് എന്തായാലും എടുത്തു. അങ്ങനെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് റെഡിയാക്കി അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ബസ്സിനാണ് ബാംഗ്ലൂരിലേക്ക് പോയത്. ഒരു നൈറ്റ് നമ്മൾ കയറിയിട്ട് മോർണിംഗ് എത്തണ രീതിയിൽ വീട്ടിൽ നിന്ന് ഓട്ടോയ്ക്ക് പോയിട്ട് അവിടെ ബസ്സിൻ്റെ സ്റ്റോപ്പിൽ ചെന്നിട്ട് അങ്ങനെ ആണ് ബസ് കയറിയത്. ബസ്സാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ലോണം ലേറ്റായിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് പോകാനായിട്ട്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ നല്ലോണം നേരത്തെ വന്നു. അങ്ങോട്ടേക്ക് പോയപ്പോൾ നല്ലോണം വൈകിപ്പോയി, ഇവിടേക്ക് വന്നപ്പോൾ നല്ലോണം നേരത്തെയും വന്നു. അങ്ങനെ ബസ്സിൽ കയറി ആ സീറ്റ് പിടിക്കണ അത്രയും ലേറ്റൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. നന്നായിട്ട് ഉറങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ മോർണിംഗ് ആയപ്പോഴേക്കും ഏതോ ഒരു സ്ഥലത്തെത്തി. ഏതാ സ്ഥലം എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഈ വണ്ടിയുടെ കുടുക്കോ കാരണം നമുക്ക് മര്യാദക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. പക്ഷേ ബെന്ലിക്ക് എന്തോ ഇത് ഊഞ്ഞാലായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ബെന്ലി നന്നായിട്ട് ഇടയ്ക്കൊക്കെ എഴുന്നേറ്റുള്ളൂ, അവൻ ഉറങ്ങിയായിരുന്നു. പിന്നെ ഞാൻ പുറത്തേക്ക് കുറച്ച് മോർണിംഗ് ആയിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോളേജിൽ നിന്നും ട്രിപ്പ് പോകണ ആ ഒരു ഫീലില്ലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് കണ്ടിട്ട്. പുറത്ത് ഒരു നല്ല ഈ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൂന്നാർ പോണ പോലത്തേക്കൊരു സ്ഥലമൊക്കെ പോലെ എനിക്ക് തോന്നി. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് നേരെ യൂബർ വിളിച്ച്, പിന്നെ നമ്മൾ നല്ലോണം ടയേർഡ് ആയതുകൊണ്ട് മോർണിംഗും പകൽ സമയത്തൊന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങില്ല. നല്ല വെയിലും, അവിടുത്തെ ക്ലൈമറ്റ് ഒരു പ്രത്യേക ക്ലൈമറ്റാണ്. ഉച്ചയ്ക്ക് നല്ല വെയിലും രാവിലെയും രാത്രിയും നല്ല തണുപ്പും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പകലൊന്നും പുറത്തിറങ്ങിയില്ല. വൈകിട്ടായപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു മാളിൽ പോയി. മെയിനായിട്ട് അവിടെ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ട്. അവിടെ നല്ല റേറ്റിൽ നമുക്ക് നമ്മൾ പോസ് ചെയ്യുന്ന പോലെ ഫോട്ടോസൊക്കെ വന്ന് പ്രിൻ്റ് എടുത്ത് കിട്ടുന്ന ഒരു പ്ലേസ് നല്ലതായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഇതായിരുന്നു. ഫോട്ടോസൊന്ന് എനിക്ക് കുറച്ചും കൂടി പോസ് ചെയ്യാനെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനത്തെ ഒരു ഇത് കിട്ടിയില്ല. എന്നാലും സംഭവം കൊള്ളാം. റേറ്റ് കുറവിന് നല്ലൊരു കാര്യമായിട്ട് കിട്ടിയായിരുന്നു.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വെട്ടുന്ന തുണ്ട രണ്ട് പാർട്ടീസാ. അതെ, ഞങ്ങൾ ഇറച്ചി വിട്ടുകാരാ. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ? കൊലയില്ലാത്ത കൊമ്പൻ. എന്താ പേര്? ഉണ്ണി. ഊന്നുവടിയോ? ഊന്നുവടിയല്ല. എന്താണ് നിന്റെ പേര്? ഉണ്ണി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു റീലായിരുന്നു. ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവായിരിക്കും ഷോർട്ടായിട്ട്. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം മോർണിംഗ് സൺഡേ ആയപ്പോഴേക്കും അവിടെ ഈ ഡ്രസ്സുകളൊക്കെ നല്ല വിലക്കുറവിന് കിട്ടുന്ന പ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞ്, അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടേക്ക് വിട്ടു. മോർണിംഗ് എന്താ പറയുക, മോർണിംഗ് ഞങ്ങൾ ലേറ്റായിട്ട് തന്നെ എഴുന്നേറ്റതുകൊണ്ട്, പിറ്റേ ദിവസം ലേറ്റായിട്ട് എഴുന്നേറ്റതുകൊണ്ട് ഞങ്ങൾ ഒരു 12 മണി, ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കുമല്ലോ, അപ്പോൾ ആ വെയിലും കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അന്ന് വൈകിട്ട് തന്നെ നമുക്ക് പോവുകയും വേണം കേട്ടോ. സൺഡേ ഈവനിങ് തന്നെ നമ്മൾ കയറി. നമ്മൾ അധികം ദിവസം അവിടെ നിന്നില്ല. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ നിന്നിട്ടാണ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അതിനുള്ള സമയവും കാര്യങ്ങളില്ലല്ലോ, ലീവൊക്കെ എല്ലാവരുടെയും ജോലി ഇതൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കുറവായിരുന്നു. നിന്നുള്ള സമയം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. മാഡം കൊള്ളാം. അങ്ങോട്ടേക്ക് പോയപ്പോൾ ഫുള്ളി ട്രാഫിക്കായിട്ടുള്ള പ്ലേസ് റോട്ടിൽ കൂടിയാണ് പോയത്. തിരിച്ചു വന്നപ്പോൾ നല്ല ഗ്രാമീണ പ്രദേശമായ വഴി കൂടിയും പോന്നു. തിരിച്ചു വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഇതായിട്ട് തോന്നിയത്, സമാധാനമായിട്ട്. അങ്ങോട്ട് പോയപ്പോൾ എന്താ പറയുക, നമുക്ക് നല്ല ദേഷ്യം എന്ന് വെച്ചാൽ അത്രയും ചൂടിൽ ഇത്രയും ട്രാഫിക്കിൽ കൂടി പോകുമ്പോൾ ഉള്ള ഒരു ഇതില്ലേ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചധികം പോകാനുണ്ടായിരുന്നു ആ പ്ലേസിലോട്ട്. ശ്രീ വെങ്കടേശ്വര ഗാർമെന്റ്സ്. നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് ശ്രീ വെങ്കിടേശ്വര ഗാർമെന്റ്സ് എന്നൊരു ഷോപ്പിലാണ്, ബാംഗ്ലൂർ തന്നെ. ഇവിടെ അത്യാവശ്യം നല്ല വിലക്കുറവിന് നന്നായിട്ട് ചെറിയ ഫണ്ട് മതി കുറേ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. നമുക്ക് നോക്കാം. നല്ല കളക്ഷൻസ് ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ്, നമുക്കിഷ്ടപ്പെട്ടു. അവിടെ ഒരുപാട് വിലക്കുറവിന് പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ പക്ഷെ അതിൽ നിന്ന് നല്ലോണം സെലക്ട് ചെയ്ത് എടുക്കണം. എന്ന് വെച്ചാൽ ഈ കുരുകുരുകുനാന്ന് കുറേ ഡ്രസ്സുകൾ കിടക്കണോണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മുടെ സൈസിന് പറ്റണത്. അങ്ങനെ അവരുടെ നോക്കിയെടുക്കാനായിട്ട് കുറേ സമയമെടുത്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബില്ലടിക്കാനും നല്ല തിരക്കാണ്. കാരണം സൺഡേയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. വഴിയും എല്ലാം മൊത്തത്തിൽ ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം പോകണം എന്നുള്ളതുകൊണ്ടും വേഗം ഷടപടേന്നായിരുന്നു എല്ലാ കാര്യങ്ങളും.
അങ്ങനെ തിരിച്ച് പെട്ടിയും പാക്ക് ചെയ്ത് വന്നതും അറിഞ്ഞില്ല, നിന്നതും അറിഞ്ഞില്ല. അതപ്പോൾ പോണത് നന്നായിട്ട് അറിഞ്ഞ്. കാരണം നമുക്ക് പെട്ടെന്ന് പോയപ്പോൾ ഒരു വിഷമമായി. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ യൂബറൊക്കെ വിളിച്ച് ബസ് വരുന്ന ആ പ്ലേസിലേക്ക് പിന്നെ വിട്ടു. ഇങ്ങോട്ടേക്ക് വന്ന ബസ്സിന് തന്നെയാണ് നമ്മൾ തിരിച്ചും അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെ ബുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പോയതുകൊണ്ട് നമുക്ക് അധികമായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിൽ പോലും ആ 2 ദിവസത്തെ നല്ല സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സും ബാംഗ്ലൂർ ട്രിപ്പ് വ്ളോഗും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.